വാട്സാപ്പ്. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ നിൽക്കണ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുജറയിലാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ അനിയനെ കാണാൻ എൻ്റെ മാമനെ ഇവിടെയാണ്. അപ്പോൾ അവരെ രണ്ടുപേരെ കാണാൻ വേണ്ടി ഞാനിന്ന് രാത്രി 9 മണിക്ക് ഇവിടെ എത്തി. അങ്ങനെ അവരെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ ഇവിടെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്ന നമ്മൾ ചേട്ടനാണ് ഉണ്ടാക്കി സുഹൃത്തുക്കളെ. പുള്ളി കൊണ്ടാക്കിയിട്ട് പുള്ളി പോയി. അപ്പോൾ ഇന്നും നാളെയും ഞാൻ ഇവിടെ കാണും. ഫുജറയിൽ എത്തിയിട്ട് അവനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിയനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവനെയും കൂട്ടുക, എന്നിട്ട് റൂമിൽ പോവുക, എന്നിട്ട് നാളത്തെ കുറച്ച് പരിപാടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഇങ്ങനെ അവർത്തി നെക്സ്റ്റ് വീഡിയോക്ക് ചെയ്യാനൊക്കെ പറ്റിയാൽ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഓ മൈ ഗോഡ്. അങ്ങനെ ഗൈസ് നമ്മളെ ചെക്കൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പരിപാടി? ഒന്നുമില്ല, നേരെ റൂമിൽ പോയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വേറെന്താ പറയല? സുഹൃത്തുക്കളെ, ഞാൻ ഇവനും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അയ്യോ, ഇവൻ്റെ കഥകളൊക്കെ കേട്ട് ചിരിച്ച് എനിക്ക് വയ്യാതെ. അയ്യോ, എന്ത് പറയേ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടാ? നമുക്കെന്ത് ഓണം സുഹൃത്തുക്കളെ, നമുക്കെന്ത് ഓണം. ഓ, അവിടെ നിന്ന് ഭ്രാന്തായിപ്പോയി. വീക്കെൻഡ് ആയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ ഒരു സമാധാനം കിട്ടിയത്. അവിടെ മൊത്തത്തിൽ വട്ടടിക്കണം അവിടെ ഇരുന്നിട്ട്. മൾട്ടികോം നിർത്താനുള്ള സമയമായി വരുന്നുണ്ട് സുഹൃത്തുക്കളെ. എന്തായാലും നമ്മൾ വിസ ഇനിയുണ്ട് ഒരു 1 ഇയർ കൂടി. അത് കഴിയുന്ന മുമ്പേ അടുത്ത സ്ഥലത്ത് നമുക്ക് കയറാൻ സമയമായി വരുന്നുണ്ട്. അതുകൊണ്ട് മൾട്ടികോം ബോറായി തുടങ്ങി. അല്ലടാ, ഇവന് ജോലിയൊന്നും ആയില്ലേ, ഇങ്ങനെ കറങ്ങി അടക്ക. ഇനി ഇവിടെ പഠിക്കാൻ കയറണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുജറ സിറ്റി അല്ലേ? ഇതാണ് സുഹൃത്തുക്കളെ ഫുജറ സിറ്റി. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കുറച്ച് നടന്ന് റൂമിലേക്ക് നടന്നു പോകാൻ. ഇവിടെ ഇത് ചൂട് കുറവുണ്ട്. ഇപ്പം ചൂട് കുറവല്ലേടാ? മറ്റത് രാമോ നമ്മളൊരു പരുവാവും ഗായ്സ്. അവിഞ്ഞൊരു പരുവം. റോഡ് ക്രോസ് ചെയ്യുന്ന അണ്ടർ ക്രോസ് വഴി ക്രോസ്. ഇതെന്താ അപ്പുറത്താണോ? അത് ശരി. അങ്ങനെ നമ്മള് പഠിക്കട്ടെ. ആൾക്കാര് അങ്ങനെ നമ്മൾ റോഡിൻ്റെ അണ്ടർ ക്രോസ് വഴി ഇങ്ങനെ കടന്ന് നമ്മൾ അപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് അടിയിൽ കൂടി ഇങ്ങനെ നടന്നു പോവേണ്ടി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ അപ്പുറത്ത് നിന്ന് നമ്മളെ ഇപ്പുറത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് നേരെ റൂമിലേക്ക് പോവാം. മലബാർ ഗോൾഡൊക്കെ കണ്ടോ നിങ്ങൾ? തിളങ്ങുന്നുണ്ടോ ഗൈസ്? എന്താണെന്ന് അറിയാം, ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുക്കണം. എന്താണേ ഈ സാധനം? ഇതെന്തിനാ? കയ്യൊന്ന് ടൈറ്റ് ആവാനാണ്. കൈയൊക്കെ ടൈറ്റ് ആവും, പിന്നെ ക്യാമറ പിടിച്ച് നടന്നു കഴിഞ്ഞാവോ. നമുക്കിട്ടൊരു കൊട്ട് അതിൻ്റെ ഇടയിൽ. എന്തരടേ, എന്തായാലും കൊള്ളാം, നല്ല സാധനം കൊള്ളാം. കൈയൊക്കെ ടൈറ്റ് ആവും. നമുക്ക് എവിടെ ടൈറ്റ് ആവേ. അങ്ങനെ ഞാൻ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി നല്ല ആട്ട പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. ആട്ട പൊറോട്ടയാണ്, മൈദയല്ല, ആട്ട. നല്ല 3 നമ്മളെ ചേർക്കനും കൂടി 3 പൊറോട്ട ഇട്ട് കിട്ടാമോ എന്നല്ലേ കൂടി. പിന്നെ കുറച്ച് പിന്നെ ഗൈസ് നല്ല ബീഫ് ഇതിന്ന് കുറച്ചെടുക്കുക. ഇതിലോട്ട് ഇത് പൊട്ടിച്ചാടാ.
എന്നെ കാണിക്കില്ലേ ചുമ്മാ ഡ്രസ്സില്ലാതിരിക്കണം ചപ്പില്ല ഇതൊന്നല്ലേ ചപ്പില്ലാത്ത പൊട്ടിക്ക് സലാഡ് അതല്ലേ കേട്ടാ മേളിൽ ഇരിക്കാന്ന് ഞാൻ പറഞ്ഞു ടേബിളിൽ. പക്ഷെ എനിക്ക് തറയിരുന്ന് കഴിക്കണതിൻ്റെ സുഖം കഴിച്ചത് അത് വേറെ ഫീലാണ്. നല്ല ഗോതമ്പ് പൊറോട്ടയും എടുക്കുക, കുറച്ച് ബീഫ് എടുക്കുക, കുറച്ച് ലെമൺ നിന്ന് പിഴിഞ്ഞേരാം. കുറച്ച് ലെമണൊക്കെ ഇതിലുണ്ടെന്ന് തോന്നുന്നു. ലെമൺ ഉണ്ടോ അങ്ങനത്തെ ഷർട്ടില്ലാത്തൊന്നും എടുത്തിട്ടല്ലേ പ്ലീസ്. ലെമൺ ഇങ്ങനെ പിഴിയുക ബീഫിൽ. സാലഡും കുറച്ച് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഈ പീസ് ഉണ്ടല്ലോ ലെമണായിട്ട് മിക്സ് ചെയ്ത് ഇതെടുത്തിട്ട് സൂപ്പർ ടേസ്റ്റ്. ആട്ട പൊറോട്ടയും ബീഫും ആട്ട പൊറോട്ടയും ബീഫും ഗൈസ് സാധനം കിടി. ഓക്കെ, ഇതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. പൊളി സാധനം. നല്ല ഗ്രേവിയുള്ള ബീഫാണ് കേട്ടോ. ചെറിയ ഗ്രേവി ടൈപ്പ് ആണ് കേട്ടോ. കുറച്ച് ഉപ്പയും കൂടി എടുക്കുക. അടിപൊളി ഗൈസ്. ഞാൻ ഇത് കഴിച്ചു ഫില്ല് ചെയ്തിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടാണ്. പൊളി സാധനം. അപ്പം ഇത് ഞാൻ തീർക്കട്ട് കഴിച്ചു. അങ്ങനെ കഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് ഇനിയിപ്പം പാത്രം കഴുകിയിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് കുറച്ച് പുറത്തോട്ട് നടക്കാൻ പോകും സുഹൃത്തുക്കളെ. വയറ് നിറഞ്ഞ് ഉറക്കം വരണം. എന്തായാലും കുറച്ച് നമുക്ക് പുറത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വരാം. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ രണ്ടുപേരും കൂടി ഇനിയിപ്പം പുറത്തോട്ടൊന്ന് നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് പോകാം ഗൈസ്. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങണല്ലേ 4 ലെക്സികൾ കാണട്ടെ. ലെക്സികളല്ലേ ലെക്സികൾ? എന്തേരാണോ അതോ ഈ ലെക്സികൾ? ലെക്സികൾ എന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലെക്സികളെ കാണാം എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് നീ ചെറുപ്പക്കാരൻ എന്താമ്പോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അത് ഈ പെൺകൊച്ചുങ്ങളെ പറ്റിയാണ് ഇവൻ പറയുന്നത്. അയ്യോ എന്തെല്ലാം വാക്കുകൾ ഗൈസ്, എന്തെല്ലാം വാക്കുകൾ. അങ്ങനെ നമ്മൾ നേരെ പുറത്തിറങ്ങി ഞാനും അവനോട് ഇങ്ങനെ നടന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതിനിപ്പോൾ നേരെ നമ്മൾ എവിടെയാണ് പോണേ? എവിടെയാണ് നല്ല സ്ഥലം? ഏതാ ലെക്സികളെ കാണാൻ പറ്റുന്ന സ്ഥലം? എവിടെ? എടാ അല്ല, ലെക്സികളെ കാണാൻ പറ്റിയ സ്ഥലം എവിടെ? എടാ ലെക്സിയൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലം എവിടെ? നമുക്ക് എന്തായാലും ലെക്സികളെ കാണാൻ പറ്റുന്ന സ്ഥലത്ത് ഇവൻ കൊണ്ടുപോകും നോക്കാം കേട്ടോ. ഇവന്റെ ഓരോരോ സ്ലാങ് ചുമ്മാ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സുഹൃത്തുക്കളെ. നമുക്ക് നേരെ ഇനിയിപ്പം ചിത്തിരിക്കട്ടെ. രാത്രി വരുമ്പോഴത്തേക്ക് പട്ടിയാണ് അതിനെ അടിക്കാതെടുക്കാം. കാര്യത്തിലേ നല്ല കോമഡിയുടെ. ഇതൊന്നും ഇടണ്ട കേട്ടോ, ഞാൻ ചുമ്മാ പറയണതാണ്. ഇതൊന്നും ഇടല്ലേ, നമുക്ക് വേറെ എടുക്കാം. ഇതൊന്നും ഇടല്ലേ, നമുക്ക് വേറെ എടുക്കാം. അത് കട്ട് ചെയ്യും ചുമ്മാ. ഇത് വേണം ഇവന്റെ എല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ അയ്യോ ഇവന്റെ ഒരു കോമഡി ഗൈസ്. അയ്യോ ഇവനാണെങ്കിലേ
ഇവനാണെങ്കിൽ ഒരു കടയിൽ പോയി കേട്ടാ. അപ്പൊ പുള്ളി കടയിൽ പോയപ്പോ ഈ കൊച്ചി ഇറക്കണല്ലേ, കാണുമ്പോ ഒരു കൊച്ചി ഇറക്കണ കണക്ക് നമുക്ക് തോന്നും. അപ്പോൾ സംഭവം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 2 പേരുണ്ട് അവൻ്റെ കടയിലാണ്. അപ്പോൾ അവന്മാർ പറയാ. അപ്പോൾ ഇവന്മാരെന്തോ ടെലഗ്രാമിലെന്തോ മറ്റേ പടത്തിൻ്റെ ഈ കഥകളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പടം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മറ്റേ പടത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടെലഗ്രാമിൽ. അപ്പോൾ അപ്പം മറ്റേ അവർ 2 പേരും കൊച്ചു ചെറുക്കൻ നിൽക്കണേ, ഇവനെന്തേലും അറിയാം മിണ്ടാതിരിക്കുക. അപ്പോൾ അപ്പോൾ ഒന്നും മിണ്ടില്ല കേട്ടാ. എന്നിട്ട് ഇവൻ ഇറങ്ങാൻ നേരത്ത് കടയിലെ ഓണറിൻ്റെ അടുത്ത് പറയണേ, ഒരുമാതിരി 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലും പിള്ളേരെ കണക്ക് എന്നെ കാണല്ലേ. ഞാനൊക്കെ ഈ ടെലഗ്രാം വിട്ടിട്ട് ഞാൻ 10ലും 8ലും പഠിക്കുമ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പറയണത്, ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയടാ മാസമായിട്ട് നീ. എൻ്റെ പൊന്നോ ഇവൻ്റെ കാര്യം. അതിനുശേഷം ആ പുള്ളി എവിടെ കണ്ടാലും ഹായ് എന്ന് കാണിക്കുന്നു. ഗായ്സ് അങ്ങനെ നമ്മൾ ഇതുവഴി നടന്നിങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബീച്ചിൽ പോവാം. ബീച്ചിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ കഥകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അയ്യോ എൻ്റെ കാര്യങ്ങൾ ടെലഗ്രാം വാസു അണ്ണ. ഞാൻ ബീച്ചിലോട്ട് പോകണം സുഹൃത്തുക്കളെ. ഗായ്സ് നടന്ന് എൻ്റെ പണ്ടാരടങ്ങി എവിടെ വിളിച്ചോണ്ട് വന്നു. അയ്യോ ഓക്കെ എവിടെ വെള്ളം കുടിക്കാൻ കുറച്ച്. ബീച്ചിൽ വന്നതാണ് സുഹൃത്തുക്കളെ. ബീച്ചിൽ അയ്യോ പണ്ടാരടങ്ങി അങ്ങനെ എന്തോ ചൂടത്ത് നടക്കണ കാഴ്ച നടക്കാതെ ഇരുന്നിട്ട് കാര്യം. നമ്മളങ്ങനെ ബീച്ചിലെത്തി സുഹൃത്തുക്കളെ. ഇനി എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കുക. അയ്യോ ഇത് പിടിച്ചേ. ചൂടില്ലേ എന്ന് പറഞ്ഞ് ഇപ്പോൾ വിയർത്ത് എങ്കിലും പോയി ഇരിക്കാം കാഴ്ച. ഇവിടെ ഇല്ല. അയ്യോ എൻ്റെ അമ്മച്ചിയേ ഒരു പരിവായി. ഇനി ഇവിടെ നിന്ന് ഇതേ കണക്ക് ഇനിയിപ്പോൾ തിരിച്ച് റൂമിൽ പോകണമല്ലോ സുഹൃത്തുക്കളെ. ഇപ്പുറത്ത് കടലാണ് ഗൈസ്. അയ്യോ ഞാൻ തളർന്നു ഗൈസ്. ഗായ്സ് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് പ്രാന്തായിട്ട് എത്ര മണിയാണ്? 12:30 മണിയായി ഗായ്സ്. ഇനി നേരെ റൂമിലേക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ റൂമിൽ പോയി കിടന്നുറങ്ങി. രാവിലെ എഴുതിട്ട് എന്താ പരിപാടി എന്താ ഫുഡ് അടിക്കുക, അതാണ് രാവിലെ എഴുതിക്കുക, ഫുഡ് അടിക്കുക. പിന്നെ അവിടെയൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം സുഹൃത്തുക്കളെ. അപ്പോൾ നേരെ ഞാൻ റൂമിലേക്കാണ്. ഫുള്ള് ടയേർഡാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ റൂമിലേക്ക് പോവുക, കിടന്നുറങ്ങുക, നാളെ രാവിലെ കാണുക. ഓക്കേ രാവിലെ ഇപ്പോൾ ഒരു 8:30 മണിയായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കഴിച്ച് ഫ്രഷായി പുറത്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മാമൻ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവനാണെങ്കിൽ അനിയനാണെങ്കിൽ നിറഞ്ഞെന്നുള്ള ഒരിതാണ് കേട്ടോ. എന്തോ അതിനെ പറയുന്നത്, സംതൃപ്തി
അപ്പോ Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk.